വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പം പ്രത്യേകിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരു അപ്ഡേറ്റ്സും ഇല്ല. ഇന്നാണ് ഒരു മേജർ അപ്ഡേറ്റ് വന്നത്. നഗ്നനാക്കി റാഗ് ചെയ്ത് പെട്രോൾ ഒഴിച്ച് തീയിടുമെന്ന് ഭീഷണിപ്പെടുത്തി സിദ്ധാർത്ഥനെ 8 മാസം പീഡിപ്പിച്ചു ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട്. ഓക്കെ, അപ്പം ഇത്രയും ദിവസങ്ങളിൽ എന്തുകൊണ്ട് ഒരു അപ്ഡേറ്റും വന്നില്ല, അന്വേഷണം നടക്കുന്നില്ലേ എന്നുള്ള സംശയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് സിദ്ധാർത്ഥൻ്റെ ഫാമിലിക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, CBI അന്വേഷണം നടത്തിയിരിക്കും. അതിന് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തിരിക്കുന്നത്. എലക്ഷൻ ആയതുകൊണ്ടും ആ ടൈമിൽ ഈ കേസ് ഭയങ്കരമായിട്ട് ഒപ്പോസിഷൻ പാർട്ടീസും മീഡിയാസും ഏറ്റെടുത്തപ്പോൾ എല്ലാവരെയും വായടപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു ഗിമിക്ക് അത് മാത്രമാണ്. അല്ലെങ്കിലും ഈ സർക്കാരിൻ്റെ പല വാഗ്ദാനങ്ങളും പേപ്പറിലാണ്, അല്ലെങ്കിൽ ഇതൊരു പേപ്പർ ഗവൺമെൻറ്റാണ്. അങ്ങനെ പേപ്പറിൽ തന്നെ ആയിരിക്കും ഈ CBI അന്വേഷണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇത്രയും സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കേസ്, കേരള പോലീസിന് പുട്ടുപോലെ തെളിയിക്കാൻ പറ്റുന്ന ഒരു കേസ്, എത്രയോ സാക്ഷികൾ, എത്രയോ പേരുടെ മൊഴി, മെറ്റീരിയൽ എവിഡൻസ് അടക്കം എല്ലാം കളക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, അതൊന്നും ചെയ്യാതെ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ എന്തിനോ വേണ്ടി മൊത്തം വൈറ്റ് വാഷ് അടിച്ച് വെള്ളം അടിച്ച് കളഞ്ഞു. എന്നിട്ടിപ്പോൾ ലാസ്റ്റ് മുഖ്യമന്ത്രി കൂളായിട്ട് CBI അന്വേഷണം. ഈ CBI വന്നാലും, ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ പോലീസ് ടീം എടുത്തു വെച്ച മെറ്റീരിയൽ എവിഡൻസും സിറ്റുവേഷണൽ എവിഡൻസും സാക്ഷിമൊഴികളും അനുസരിച്ച് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് സീറോ എന്ന് അവരെങ്ങനെ തുടങ്ങും? എത്ര ദിവസം കഴിഞ്ഞ് CBI വരും? CBI വരാൻ വല്ല പ്രഷറും ഇടുന്നുണ്ടോ? അവിടെയാണ് ഒരു സംശയം. ഇത് ഇലക്ഷൻ ടൈമിൽ എല്ലാവരെയും വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ശരി CBI അന്വേഷണം മൂപ്പരിതാ, എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല, വാഗ്ദാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് നമുക്ക് നോക്കാം. സമാന്തര ശിക്ഷാരീതികളുടെ കോട്ടയായിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജ്. ക്രൂരമായ മർദ്ദനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കും ഇരയായ സിദ്ധാർത്ഥൻ മറ്റു ശിക്ഷാരീതികൾക്കും ഇരയായി. പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പിടും പോലെ സിദ്ധാർത്ഥനെയും വിധേയമാക്കി. കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിലെത്തി ഒപ്പിടണമെന്നായിരുന്നു തിട്ടൂരം. 8 മാസം ഈ ക്രൂരത തുടർന്നു. സിദ്ധാർത്ഥന്റെ സഹപാഠിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സിദ്ധാർത്ഥൻ നേരത്തെ ഇക്കാര്യം പറഞ്ഞതായാണ് വിദ്യാർത്ഥി ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയത്. സിദ്ധാർത്ഥന്റെ റാഗിംഗ് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ടിൽ ഈ വെളിപ്പെടുത്തലും ഉൾപ്പെടുത്തി. പ്രതികൾ സിദ്ധാർത്ഥനെ ലക്ഷ്യമിട്ടത് കോളേജിൽ മെയിനാകാൻ ശ്രമിച്ചതിന്റെ പേരിലെന്നാണ് റിപ്പോർട്ടിലെ ഉള്ളടക്കം. ഫോട്ടോഗ്രാഫർ കൂടിയായ സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ ജനകീയനായിരുന്നു. ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൻ മുകളിൽ വെച്ച് സിദ്ധാർത്ഥനെ മർദ്ദിക്കുമ്പോൾ ഒരു പെൺകുട്ടി കൂടി ഒപ്പമുണ്ടായിരുന്നുവെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന് വിവരം കിട്ടി. എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകളോ സാക്ഷിമൊഴികളോ ലഭ്യമല്ല. ഈ വിഷയം പോലീസിന്റെ പരിഗണനയ്ക്ക് വിട്ടു. സിദ്ധാർത്ഥൻ മരിച്ച 18-ന് ഉച്ചയ്ക്ക് മുമ്പ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമ കാണാൻ പോയതായി കണ്ടെത്തി. ഇതിൽ പ്രതികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ, ദുരൂഹതയുണ്ടോ എന്നൊക്കെ വ്യക്തമാവണം. 166 വിദ്യാർത്ഥികളിൽ നിന്നാണ് സ്ക്വാഡ് മൊഴിയെടുത്തത്. മർദ്ദനത്തിന് പിന്നാലെ ഹോസ്റ്റൽ മെസ്സിലെ കുക്ക് ജോലി ഉപേക്ഷിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോളേജിലെ സെക്യൂരിറ്റിയും മൊഴി നൽകാൻ എത്തിയില്ല. കേസിൽ അറസ്റ്റിലായ 20 പ്രതികളും ഇപ്പോൾ റിമാൻഡിലാണ്. കേസ് CBIക്ക് വിട്ടെങ്കിലും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. CBI ഇതുവരെ കേസ് ഏറ്റെടുത്തിട്ടില്ല. അടിമുടി ദുരൂഹത, കുക്ക് ജോലി വിട്ടുപോയി, അവിടുത്തെ സെക്യൂരിറ്റി മൊഴി കൊടുക്കുന്നില്ല. ഈ പയ്യനെ, സിദ്ധാർത്ഥനെ ഇവർ ക്രൂരമായി മർദ്ദിച്ചു എന്ന് ആദ്യം ആൻറ്റി റാഗിംഗ് സ്ക്വാഡിന് പോയിട്ട് വിവരങ്ങൾ കൈമാറുന്നത് മലയാളികളല്ലാത്ത സ്റ്റുഡൻസാണ്. അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ കേസ് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ആര് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതൊന്നും ഒരു പിടുത്തമില്ല. എന്താണെങ്കിലും സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടോ. മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് CBI അന്വേഷണം വേണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ വേണം, അന്വേഷണം വേണം. ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ആവും എന്നെനിക്കറിയില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ അന്വേഷണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ അന്വേഷണം വേണമെങ്കിൽ അന്വേഷണം. കാരണം ആ സമയത്ത് ഭയങ്കര പ്രശ്നം നടക്കുകയായിരുന്നു. ഭയങ്കര പ്രശ്നം പറഞ്ഞാൽ പുറത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ നിരാകാരം നടക്കുന്നു, അടി കിടക്കുന്നു, കോളേജിൻ്റെ അവിടെ അടി കിടക്കുന്നു, കേരളം മൊത്തം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഇത് കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, CBI അന്വേഷണം വേണമെങ്കിൽ അന്വേഷണം നടത്താം.
ഞാൻ പറഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ പുള്ളി CBI അന്വേഷണം പ്രഖ്യാപിച്ചു. CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഒരു 2 മണിക്കൂറിനകം തന്നെ ഈ നടന്ന പ്രക്ഷോഭങ്ങളെല്ലാം അങ്ങ് തീർന്നു. ടപ്പനങ്ങ് അടിഞ്ഞങ്ങ് തീർത്തു. നമ്മളെക്കാട്ടി രാഷ്ട്രീയം അറിയാമെന്നുള്ളതാണല്ലോ പുള്ളി. വളരെ ഇങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതങ്ങ് തീരും. അത് കറക്റ്റായിരുന്നു, അതങ്ങ് തീർന്നു. കണ്ടോ, അത്രയേ ഉള്ളൂ. പത്രമാധ്യമങ്ങളും ഇത് ഡിസ്കസ് ചെയ്യുന്നവരും എല്ലാവരും, ഒപ്പോസിറ്റ് പാർട്ടി അടക്കം എല്ലാവരും വായ അടയ്ക്കണം. കാരണം എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും എന്താ പറയുക, ഒരു മേജർ കേസ് ഉണ്ടായ കേരള പോലീസിനെ കൊണ്ട് നടന്നില്ല, വരട്ടെ സെൻട്രൽ ബ്യൂറോ വരട്ടെ, CBI വരണം. എല്ലാവരും നമുക്ക് ഈ സിനിമയൊക്കെ കണ്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ CBIയുടെ മുകളിലൊരു വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് ഈ CBIനോട് വരാൻ പറയുന്നത്, വാ മക്കളെ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒന്നും നടക്കില്ല, ഒന്നും നടക്കാനും പോണില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അച്ഛൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ കുട്ടികളെ പിരിച്ചു വിട്ടു എന്നുള്ളത്, സസ്പെൻഡ് ചെയ്ത കുട്ടികളെ, ഫസ്റ്റ് സിദ്ധാർത്ഥൻ അനുഭവിച്ച ഈ കൊടൂര പീഡനം ആൻറ്റി റാഗിങ് സ്ക്വാഡിനോട് പോയിട്ട് പറഞ്ഞ കുട്ടികളെ സസ്പെൻഡ് ചെയ്തു. ഈ ഇത്രയും ക്രൂരമായ സംഭവം നടന്നിട്ട് കോളേജുകാരും പുറത്തു വിടാതിരുന്ന കാര്യം, ഒരു ആക്ഷൻ പോലും എടുക്കാതിരുന്ന കാര്യത്തിൽ 2 കുട്ടികളാണ് ഇതിൽ UGC ഇതിൽ ഡൽഹിയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ 2 കുട്ടികളെ ഇന്നലെ ഞങ്ങൾ അറിയാൻ സാധിച്ചു, ആ 2 കുട്ടികളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി അവരെ ജീവന് പോലും ഭീഷണിയാണ്. ഇപ്പോൾ അവർ വളരെ പേടി പോലും. ഒരു കുട്ടി ജമ്മു കാശ്മീരിലുള്ളതാണ്, ഒരു കുട്ടി ഇവിടെ ഇടുക്കിയിലുള്ള അല്ലേ. ഈ 2 കുട്ടികളുടെ ഭാവി വളരെ, കാരണം ഈ സംഭവം പുറം ലോകം അറിയിക്കുന്നത്, അവരുടെ ചൊൽപ്പണ്ടിക്ക് നിൽക്കാത്തത് കൊണ്ട് 2 പേരെ സസ്പെൻഡ് ചെയ്തു, കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള സംരക്ഷണം കൊടുക്കണമെന്ന് വേണ്ടി ഞങ്ങൾ ഇന്നലെ ഒരു പരാതി കൊടുത്തു ഗവർണർക്ക് ഒരു പരാതി. അപ്പോൾ ഈ സസ്പെൻഡ് ചെയ്ത പ്രക്രിയ ഇതിങ്ങനെയാണേ. അതായത് ആരെങ്കിലും വായ തുറന്നാൽ ഒന്നിലേറെ തീർത്തുകൾ, അല്ലെങ്കിൽ അവരിനി മുന്നോട്ട് ജീവിതത്തിൽ പോകാൻ പറ്റാത്ത രീതിയിൽ ലോക്കാക്കും. ഈ ഇടുക്കിയിലുള്ള കുട്ടീൻ്റെ ഒരു അവസ്ഥയെ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കാരണം അക്ഷയ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചിട്ട് സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും കുടുംബക്കാരും എല്ലാവരും ആദ്യം മുതൽ പറയുന്നുണ്ട്. പക്ഷെ ആ പയ്യനെ കൃത്യമായി രക്ഷിച്ചെടുക്കാൻ ഒരു കൂട്ടം ആളുകളുണ്ട്. അതിലൊരു MM മണി എന്നുള്ള പേരൊക്കെ പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ. ഓക്കെ, അത് ഈ പയ്യൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചിട്ട് ഈ വ്യക്തി പറയുന്നത് കേട്ടോ. അതിൽ ഈ അക്ഷയ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ അച്ഛൻ ഒരു അധ്യാപകനാണ്. അയാളുടെ മകനും ഇവൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത വ്യക്തിയാണ്. എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ, അയാളുടെ മകൻ ഇത്തരത്തിൽ ക്രൂരമായ ഹീനകൃത്യത്തിൽ നിൽക്കുമ്പോൾ ഇയാൾ പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികൾ ഇതിൻ്റെ അപ്പുറമായിരിക്കില്ല എന്നാണ് ചോദിക്കുന്നത്. ഈ അക്ഷയൻ്റെ അച്ഛൻ ഇടുക്കിയിലുള്ള, അപ്പോൾ അയാൾ പഠിപ്പിച്ച അയാളുടെ മോനാണ് ഇതിന് ഏറ്റവും വലിയ. ഇപ്പം വീണ്ടും പഠനം തുടരുകയാണ്. ഞങ്ങളുടെ കുടുംബം ഇതിന് മുമ്പ് ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ട്, ഇവരെ പ്രതി ചേർക്കണമെന്ന്. അത് CPMൻ്റെ ഒരു നേതാവും അവിടെ ഒരു മുൻ മന്ത്രി ഉൾപ്പെടെയാണ് അതിന് കൂട്ടുന്നത്. അവിടെ നിന്നാണ് ബാക്കിയുള്ളവന്മാരെ ഇടുക്കിയിൽ നിന്നാണ് പിടിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ. ഇടുക്കി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ വീട്ടുകാരന്വേഷിച്ചിട്ടടക്കം ഈ ഇടുക്കി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവരിതിൽ പറയുന്നുണ്ട് വീട്ടുകാർ. ഒന്ന്, ഈ പ്രതികളെ പിടിച്ചത് ഇടുക്കിയിൽ നിന്നാണ്, അക്ഷയുടെ വീട് ഇടുക്കിയിലാണ്. ഇടുക്കി ബെൽറ്റിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇവർക്ക് വരുന്നുണ്ട്. അത് ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണ് എന്ന് തന്നെയാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഒരു സംശയം കുടുംബത്തിനുള്ളപ്പോൾ CBI അന്വേഷണം പേപ്പറിൽ തന്നെ അല്ലേ ഇരിക്കൂ. ഈ അക്ഷയ് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പോക്സോ കേസിൽ അവൻ പ്രതിയായിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാല് അത് പോലീസ് കേസ് ആക്കിയിട്ടില്ല. ഈ പറയുന്നത് ആരോപണമാണോ സത്യമായി നടന്ന സംഭവമാണോ? ഇത് സത്യമായിട്ട് അവിടെ നടന്ന സംഭവമാണ്. അക്ഷയുടെ അമ്മ രജനി എന്ന് പറയുന്നത് ഒരു അധ്യാപികയായിരുന്നു. ഇപ്പൊ അധ്യാപികയാണെന്നല്ല, റിട്ടയർഡ് ആണെന്നല്ല, അധ്യാപികയായിരുന്നു. അമ്മയുടെ പേര് രജനി. ഈ അമ്മയുടെ ആങ്ങളയുടെ മകളെ ഈ അക്ഷയ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പീഡിപ്പിച്ചായിരുന്നു. ആ കുട്ടിക്ക് പാവം ആ സമയത്ത് 4 വയസ്സായിരുന്നു പ്രായം. വളരെ വ്യക്തമായിട്ടുള്ളതാണ്. പക്ഷെ ആ സമയത്ത് പോലീസ് കേസാവാതെ അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അവർ വീട്ടുകാരായതുകൊണ്ട്, വീട്ടിൽ കുടുംബക്കാരും ബന്ധുക്കളും ആയതുകൊണ്ട് മാക്സിമം ആ കേസ് അവിടെ വെച്ചങ്ങ് ഒതുക്കി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ രാഷ്ട്രീയക്കാരൻ, അവർക്ക് വേണ്ട രാഷ്ട്രീയക്കാരൻ ഈ MM മണി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനാണ്. അപ്പം പേര് എനിക്ക് ഇത്രയും അറിയാം. MM മണി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനാണ്, അവിടെ കുടുംബ സുഹൃത്താണ്, അവിടെ രാഷ്ട്രീയ സപ്പോർട്ടുള്ളതാണ്. അത് ആരാണ് അദ്ദേഹം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ എന്റെ പേര് ജയപ്രകാശ് എന്നാണ്. എന്നെ പോലെ 10,000 ജയപ്രകാശ് കാണും.
എം മണി എന്നുള്ള ഏറ്റവും വലിയ വേണ്ടപ്പെട്ട ഒരു പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവർ അപ്പോഴും രക്ഷിച്ചത്, ഇപ്പോഴും രക്ഷപ്പെടുത്തുന്നത്. അത് ഏത് എം മണിയാണെന്ന് അറിയില്ല. അതുപോലെ 150 എം മണിക്കാരെ കാണുമായിരിക്കും. പക്ഷെ ഉറപ്പാണ് അദ്ദേഹം തന്നെയാണ്. ഈ എം എം മണി CPM നേതാവ് എം എം മണിയുണ്ട്, ആ എം എം മണിയാണോ ഇത്? എനിക്കത് അറിയില്ല. അദ്ദേഹം തന്നെയാണോ എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റിലുള്ള ഒരു എം എം മണിയാണ് എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം ഭയങ്കര കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനമാണ് ഇവന്റെ അച്ഛൻ. അതുകൊണ്ട് അന്നേയും രക്ഷപ്പെടുത്തിയത് ഇത് എം എം മണിയാണെന്ന് പറയുന്നത്. അപ്പൊ ഇന്നും ഈ കേസിൽ രക്ഷപ്പെടുത്തിയത്, അക്ഷയെ രക്ഷപ്പെടുത്തുന്നത് ഈ എം എം മണിയാണ്. ആശാനേ, ആശാനല്ലേ, വേറെ ആശാൻ, വരാം. എം എം മണി. അപ്പോൾ എം എം മണി എന്ന് പറഞ്ഞാൽ ആ എം എം മണി ആണോ എന്നറിയില്ല എന്നാണ് പറയുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എം മണി ആണോ എന്നറിയില്ല. കാരണം ഇപ്പോൾ ഞാൻ സായികൃഷ്ണനാണ്. സായികൃഷ്ണൻ എന്നുള്ള പേരിൽ ഒരുപാട് സായികൃഷ്ണന്മാർ കാണും. പക്ഷെ എം മണി എന്നുള്ള പേരിൽ അധികം എം മണി ആരായിരിക്കും നമുക്കറിയൊന്നുമില്ല. എന്താണെങ്കിലും ഇവിടെ കൃത്യമായ അന്വേഷണം വീട്ടുകാർ നടത്തുന്നുണ്ട്. വളരെ നല്ല കാര്യം. CBI വരുമെന്ന് ഉറപ്പില്ല. ഇവിടെ അന്വേഷിച്ചവർക്ക് ഒരു തുമ്പും കിട്ടിയില്ല. അപ്പം പിന്നെ വീട്ടുകാർ അച്ഛനിറങ്ങി അന്വേഷിക്കാൻ എല്ലാവരും വഴിയില്ലടി. കാരണം പൊളിറ്റിക്കൽ പവർ അത്യാവശ്യം കയ്യിലുള്ള ആളുകൾ ഈ ഏത് രീതിയിലും അവിടെ നടന്ന സംഭവത്തെ മറച്ചു വെക്കണം എന്നുള്ള ഗൂഢാലോചന നടത്തിയ കോളേജുകാർ. അങ്ങനെയൊക്കെ ആയി വരുമ്പോൾ ഈ പറഞ്ഞ പോലെ എവിടുന്ന് കിട്ടുമല്ലേ തെളിവുകൾ? എവിടുന്ന് കിട്ടും? ആര് വായ തുറക്കും? വായ തുറന്നവർക്ക് സസ്പെൻഷൻ, വായ തുറക്കാതിരിക്കാൻ വേറെ ഭീഷണി. ഇതിലേറ്റവും വൈറ്റലായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനൽ പുറത്തോട്ട്. ഒരു 3 മിനിറ്റിൻ്റെ ഈ ഒരു വോയിസ്, അത് നിങ്ങൾ കേൾക്കണം. കാരണം ആ വ്യക്തിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഈ അക്ഷയുടെ ഇൻവോൾവ്മെൻറ്റ് നേരത്തെ വീട്ടുകാർ പറഞ്ഞ പോലെ അക്ഷയാണ് ഈ സിദ്ധാർത്ഥൻ്റെ ഫോണൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ട് സിദ്ധാർത്ഥൻ മരിച്ചതിന് ശേഷവും അക്ഷയ് സിദ്ധാർത്ഥന് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരോട് സംസാരിച്ചതും പറഞ്ഞതൊക്കെ. അപ്പം അതേപോലെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ ഡീനിനും ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചിട്ട് പാചകക്കാരനാണ് തോന്നുന്നൊരു വ്യക്തി സംസാരിക്കുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിനോട്. ആ വ്യക്തിക്ക് സംസാരിക്കാൻ എന്തോ ഉണ്ട്, അങ്ങേക്ക് സംസാരിക്കുന്ന എന്തോ വിഷയങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫിനോടാണ് റിപ്പോർട്ടർ ചോദിക്കുന്നത്. അദ്ദേഹം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, സിദ്ധാർത്ഥൻ തൂങ്ങി നിന്ന സമയത്ത് എല്ലാവരും കൂടി നിന്ന് സിദ്ധാർത്ഥൻ്റെ ബോഡി ഇറക്കുമ്പോൾ തണുത്തിരുന്നു ബോഡി. അതായത് പെട്ടെന്ന് ഒരാൾ തൂങ്ങി കണ്ട്, അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം, ഒന്നില്ലെങ്കിൽ മരിച്ചതിന് ശേഷം കെട്ടിത്തൂക്കിയതോ അല്ലെങ്കിൽ തൂങ്ങിയിട്ട് ഒരുപാട് നേരം. പിന്നെ ദേഹത്തെ എല്ലാം പാടുകളുണ്ടായിരുന്നു. തലയിൽ പാടുണ്ടായിരുന്നു, കാലിൽ പാടുണ്ടായിരുന്നു, അടി കൊണ്ട മർദ്ദനത്തിൻ്റെ പാടുകളുണ്ടായിരുന്നു. ഈ വ്യക്തി കൃത്യമായി പറയുന്നുണ്ട്. ഈ വ്യക്തിയൊക്കെ ഇവർ ഈ രീതി എന്താ പറയുക, ചോദ്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മൊഴി എടുത്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ ഇയാളതൊന്നും. ഇയാളിതൊക്കെ മീഡിയനോട് പറയുന്നുണ്ട്. പോലീസുകാർ ഇതൊക്കെ ഇങ്ങനെ റെക്കോർഡിക്കലി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും ആ വോയിസും കൂടി ഇവിടെ പ്ലേ ചെയ്യാം. സിദ്ധാർത്ഥൻ മരിച്ചു എന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് മൃതദേഹം കെട്ടറുത്ത് താഴെ ഇറക്കിയത് എന്ന് മൃതദേഹം താഴെ ഇറക്കാൻ സഹായിച്ച കോളേജിലെ പാചകക്കാരൻ ജെയിംസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിച്ച പ്രതികളാണ് തുണി അറുത്ത് മൃതദേഹം താഴെ ഇറക്കാൻ തന്നെ സഹായിച്ചത്. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ പറഞ്ഞാണ് സിദ്ധാർത്ഥൻ മരിച്ച വിവരം അറിയുന്നത്. സ്ഥലത്തെത്തിയപ്പോൾ മരിച്ചു എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. മൃതദേഹം തണുത്തിരുന്നു. താൻ ചെല്ലുമ്പോൾ ഡീൻ സ്ഥലത്തുണ്ടായിരുന്നു. പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും മൃതദേഹം കെട്ടഴിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കൂടി നിന്നവർ പറഞ്ഞു. ഡീനിന്റെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം നടന്നതെന്നും ജെയിംസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജെയിംസ് ചേട്ടാ, എന്താ അവിടെ ഉണ്ടായെന്ന് അറിയാവോ? യഥാർത്ഥത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. ഭക്ഷണം വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് അന്ന് ആ മറ്റേ ബോഡി കാണുന്ന സമയത്ത് ജെയിംസ് ചേട്ടന്റെ പേരൊക്കെ നമ്മുടെ റിപ്പോർട്ടിലുണ്ട്. നമ്മുടെ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് ഞാൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തായിരുന്നു. അതില് ജെയിംസ് ചേട്ടന്റെ പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ കാരണം. അപ്പൊ എന്താ അന്ന് എത്തുമ്പോ എന്താണ് കണ്ടതെന്നുള്ളതൊന്ന് പറഞ്ഞാലേ. തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഡീനൊക്കെ വന്ന ശേഷമാണ് ഇവര് പോന്നത്. 16-ാം തീയതി രാത്രിയാണ് ഇവനെ അടിച്ചൊക്കെ ചെയ്തത്. 17-ാം തീയതി ജെയിംസ് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? 17-നൊക്കെ ഉണ്ട്. അടിച്ചൊന്നുമില്ല. രാത്രി അടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, അന്ന് അവിടെ ഇല്ല. അപ്പൊ ഈ 17-ന് സിദ്ധാർത്ഥനെ കണ്ടിരുന്നോ ജെയിംസ് ചേട്ടൻ? ഇല്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. 18-ന് കണ്ടിരുന്നോ? 18-ന് അടുത്ത ദിവസം? ഇല്ല, പിന്നെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ 18-ന് മരിച്ചപ്പോഴാണോ കണ്ടത്? മരിച്ചെന്നാണ് കാണുന്നത്. പിന്നെ അവിടെ കാണുന്ന സമയത്ത് തന്നെ മരിച്ചു എന്ന് അവിടുന്ന് ബോധ്യപ്പെട്ടിരുന്നോ? കാണുമ്പോൾ തന്നെ മനസ്സിലായോ മരിച്ചു എന്ന്? മനസ്സിലായോ? ആരൊക്കെ നോക്കിയിരുന്നോ?
മരിച്ചെന്ന് അവിടെ തന്നെ മരിച്ചിരുന്നു. മരിച്ചെന്ന് മരിച്ചിരുന്നോ? പിള്ളേരൊക്കെ പറഞ്ഞു മരിച്ചെന്ന്. അല്ല, ജെയിംസ് ചേട്ടൻ കാണുമ്പോ മരിച്ച പോലെ തന്നെ ആയിരുന്നോ? തണുത്തിരുന്നോ ബോഡി? അവരെ അഴിക്കുമ്പോ ജെയിംസേട്ടനും കൂടി കൊടുത്തതാ. അതെ, അപ്പോഴേക്ക് ബോഡി തണുത്തിരുന്നോ? തണുത്തിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പൊ പോലീസിനെ അറിയിക്കണ്ടേന്നൊന്നും ചോദിച്ചില്ലേ ജെയിംസ് ചേട്ടൻ? ആരും ഡീനോട് ചോദിച്ചില്ലേ പോലീസിനെ അറിയിക്കുന്നത്? പോലീസിനോട് പറഞ്ഞിരുന്നു, അഴിച്ചോളം പറഞ്ഞിരുന്നു പോലീസ്. ജെയിംസ് ചേട്ടൻ, ആ സമയത്ത് ശരീരത്തിൽ എന്തെങ്കിലും പരിക്കുണ്ടായിരുന്നോ സിദ്ധാർത്ഥന്? തലക്കൊക്കെ ഉണ്ടായിരുന്നു. തലക്കുണ്ടായിരുന്നോ? സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. ആണല്ലേ? ജെയിംസ് ചേട്ടനല്ലേ ബോഡിയൊക്കെ മറ്റേ അത് അറുക്കാനും എടുക്കാനൊക്കെ സഹായിച്ചത്? ആ സമയത്തേ പുറത്ത് കാണുന്ന രീതിയിൽ മുറിവ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? പുറത്ത് കാണുന്ന രീതിയിൽ മുറിവ് കണ്ടിട്ടില്ല. തലേന്റെ അവിടെ അല്ലേ? ഡ്രസ് ഉണ്ടായിരുന്നോ? തൂങ്ങിയപ്പോ ഡ്രസ് ഉണ്ടായിരുന്നോ? അല്ല ഈ അണ്ടർവെയർ മാത്രമാണോ? ഷഡ്ഡി മാത്രം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതും കേട്ടല്ലോ. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഈ കേസ് എവിടെയെങ്കിലും എത്തുമോ? പല മിസ്സിങ് കേസുകളും പല ഇതേമാതിരി മർഡർ കേസുകളൊക്കെ ഒരു തുമ്പും ഇല്ലാതായി പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇതും പോകും എന്നുള്ളതാണ് എനിക്കിപ്പോൾ വരുന്ന തോന്നൽ. കാരണം ഉയർന്ന ബന്ധങ്ങളുള്ള ആളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ എന്തെങ്കിലും നടക്കുന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എഗെയിൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് വന്ന ആൻറ്റി റാഗിങ് സ്ക്വാഡ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞ സിദ്ധാർത്ഥനെ 8 മാസം പീഡിപ്പിച്ചു എന്നാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിദ്ധാർത്ഥൻ ഫസ്റ്റ് ഇയർ റപ്പായിരുന്ന സമയത്ത് ആ കോളേജിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ്. ആ ഇൻസിഡൻറ്റിൻ്റെ വാല് പിടിച്ചാണ് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് സിദ്ധാർത്ഥൻ പോയത്. ആരുടെയോ പക, ആ പകയുടെ ബാക്കിയാണ് സിദ്ധാർത്ഥൻ്റെ മരണം എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 8 മാസമായിട്ട് സിദ്ധാർത്ഥനെ പീഡിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഈ ഇൻസിഡൻറ്റ്, അതായത് ഫസ്റ്റ് ഇയർ റെപ്പായിട്ടിരുന്ന സമയത്ത് നടന്ന ഇൻസിഡൻറ്റിൻ്റെ വാലാണിത്. ഒരു കാരണം വേണ്ടടേ ഒരാളെ കൂട്ടം കൂടി അടിക്കാൻ. ഒരു പെൺകുട്ടി വന്ന് ഒപ്പിട്ട് കൊടുത്തു എന്നെ ഇങ്ങനെ ഇവൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് മനസ്സിൽ വെച്ച് പക വീട്ടാൻ ഇത്ര പേര് ഇറങ്ങി ചെല്ലൂ. അവിടെയാണ് സംശയിക്കേണ്ടത്. ഞാൻ ആ വീഡിയോ ഒന്നും കൂടി വെക്കാം, അത് നിങ്ങൾ ഒന്നും കൂടി കാണുക. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, ഇന്ന് വന്ന ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ ഇതിൽ 8 മാസം മുമ്പ് മുതൽ പീഡനം തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പം കാരണം ഫസ്റ്റ് ഇയർ നടന്ന ഇൻസിഡൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വീഡിയോ കൂടിയും കണ്ടോ. എനിക്ക് ഫോക്കസ് പോയത് മൊത്തം സിദ്ധാർത്ഥൻ ക്ലാസ് റെപ്പായിരുന്ന സമയത്ത് അവിടെ നടന്നൊരു ഇൻസിഡൻ്റാണ്. ഓക്കെ, ആ ഇൻസിഡൻറ്റിൽ സിദ്ധാർത്ഥൻ ഇൻവോൾവ് ചെയ്ത് ആ ഇൻസിഡൻറ്റിൽ ഉണ്ടായിരുന്ന വ്യക്തിക്ക് സസ്പെൻഷൻ മേടിച്ചു കൊടുത്തു. ക്ലിയർ? ഇതേ വിഷയത്തെക്കുറിച്ച് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഫസ്റ്റ് ഇയറിൽ നടന്ന സംഭവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, അത് ഇത് അല്പം കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും തോന്നുന്നതാണ്. അങ്ങനെ ഒരു പരാതി അവർക്കുണ്ടെങ്കിൽ, ഞാൻ ന്യൂസിൽ കണ്ടു 14-ാം തീയതി എന്തോ പ്രശ്നം നടക്കുന്നു എന്ന് പറഞ്ഞു. 14-ാം തീയതി പ്രശ്നം നടന്നിട്ട് അങ്ങനെ 15, 16, 17, 18 ഈ പ്രശ്നം നടക്കുന്നതിന് രാവിലെ വരെ അവരോടെ പോയിരുന്നു. പരാതി കൊടുക്കണമെങ്കിൽ അപ്പോൾ അതിന് പിറ്റേന്ന് പരാതി കൊടുക്കണം. ഇവിടെ രക്ഷകർത്താക്കളുണ്ട്, അവിടെ ഡീനുണ്ട്, അവിടുത്തെ പോലീസുണ്ട്. അപ്പോൾ അവർ കൊടുക്കണം, പരാതി കൊടുത്ത് ആക്ഷൻ എടുക്കണം. അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവരെ കൂടെ നിൽക്കും. ആ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 100% പെൺകുട്ടിയുടെ കൂടെ നിൽക്കും. ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. മരണം വരെ എന്തിനാ കാത്തു നിന്നത്? അല്ലെങ്കിൽ ഈ കൊല്ലുന്നവരെന്തിനാ കാത്തു നിന്നത്? അവന് അത്രയ്ക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളതാണ്. ഈ ഒരു പെണ്ണ് കേസ് വന്നെന്ന് പറഞ്ഞാൽ അവര് പെണ്ണ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ അവൻ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു പെണ്ണ്, അവനെ കൂടെ പഠിച്ച ബാച്ച്, അവന്റെ കൂട്ടുകാരി കഴിഞ്ഞ വർഷം ഒരു ലൈഫ് സ്റ്റോക്കിൽ ഒരു ഇൻസ്പെക്ടർ പീഡിപ്പിച്ചതാ അവന്റെ കൂട്ടുകാരി. അതൊന്നും മാധ്യമങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ആ കോളേജിൽ അവന് ക്ലാസ് ഉപയോഗിക്കുക, അവന്റെ ഡീനിന്റെ ഓഫീസ് ഉപയോഗിച്ചതും അവന്റെ ക്ലാസ് ഉപയോഗിച്ചതും എല്ലാം എന്റെ മോനും കൂടെ ചേർന്നിട്ടാ ആ കുട്ടിക്ക് നീതിക്ക് വേണ്ടിക്ക്. അത് ചെയ്യില്ല, അത് കിട്ടിയില്ല. അവസാനം എന്റെ മകനെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും നിരന്തരം ഫോൺ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കോളേജിൽ നിന്ന് മാറ്റിയിട്ട് മണ്ണത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് അത് മുന്നിട്ട് നിന്നതും സിദ്ധാർത്ഥന എന്റെ മകനാ. അതുകൊണ്ട് അവനാ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട്. ആ കുട്ടിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ള ഒരു വാട്സാപ്പ് സന്ദേശം നമുക്കുണ്ട്. ഫസ്റ്റ് ഇയറിൽ നടന്ന ഇൻസിഡൻറ്റ്
സിദ്ധാർത്ഥൻ ഇൻവോൾവ് ചെയ്ത് ഡീനിന്റെ ഓഫീസ് വരെ ഉപരോധിച്ച് ആ കുട്ടിക്ക് നീതി മേടിച്ചു കൊടുത്തു. ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറിന്റെ ഇഷ്യൂ ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി റിസീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഞാനിവിടെ വായിക്കാം. ഞാൻ സിദ്ധുവിന്റെ കൂടെ 11th 12th പഠിച്ചതാണ്. അന്ന് എന്റെയും അവന്റെയും കൂടെ പഠിച്ച ഒരു ഗേൾ, എന്റെ ഫ്രണ്ടും കൂടിയാണ് അവൾ. ഷീ ഗോട്ട് അഡ്മിഷൻ ഇൻ പൂക്കോട്, ആദ്യം ഇവന്റെ കോളേജിൽ. അവിടെ വെച്ചൊരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സർവീസ് കോട്ടയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് ഇവരുടെ ബാച്ചിൽ കയറിയ ഒരാൾ. ഹീസ് മാരീഡ് ആൻഡ് ഹി ഹാവ് എ കിഡ്. നമ്മുടെ ഫ്രണ്ടിന്റെ ബ്രസ്റ്റിൽ കയറി പിടിച്ചു. അവൾ പേടിച്ച് ഓടി സിദ്ധുവിനോട് കാര്യം പറഞ്ഞു. സിദ്ധാണ് അന്ന് ഡീനിന് കംപ്ലൈന്റ് കൊടുത്തതും അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തതും അയാൾക്ക് സസ്പെൻഷൻ മേടിച്ചു കൊടുത്തതും. കുറെ അതിന്റെ പുറകിൽ നടന്നു അവൻ. മിനിസ്റ്ററിന് എന്നിട്ട് അവക്ക് മണ്ണുത്തി തൃശ്ശൂരിലോട്ട് ട്രാൻസ്ഫർ കൊടുത്തു. അയാൾ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സിദ് അസിസ്റ്റന്റ് CRP ആയോണ്ട് തന്നെ അവൻ അന്ന് സമരം നടത്തി തിരിച്ചു കയറ്റാതിരിക്കാൻ അയാളെ. ഇത് നടന്ന ഇഷ്യൂ ആണ്. ബട്ട് കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊന്നും വിശ്വസിക്കില്ല. ഞാനും അവനും നൈറ്റ് 11 വരെ പുറത്ത് നിന്നിട്ടുണ്ട്. എന്നെ വീട്ടിൽ സേഫ് ആയിട്ട് എത്തിക്കും. അങ്ങനെ പാരൻസ് വരുന്ന വരെ വെയിറ്റ് ചെയ്യും. അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട്. ഒന്നില്ലെങ്കിൽ അയാൾ ഗേൾ തെറ്റിദ്ധരിച്ചത്, അല്ലെങ്കിൽ കള്ളം പറഞ്ഞു. ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് പേഴ്സണലി റിസീവ് ആയിട്ടുണ്ടായിരുന്നു. ഈ മെസ്സേജിനകത്ത് ഈ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറെ കുറിച്ച് പറയുന്നുണ്ട്, ഈ ഇഷ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. സിദ്ധു ഇൻവോൾവ് ചെയ്ത് സിദ്ധാർത്ഥൻ ഡീനിന് കംപ്ലൈന്റ് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ സിദ്ധാർത്ഥന്റെ കേസിൽ സിദ്ധാർത്ഥന്റെ ഫാമിലി അടക്കം പറയുന്നത് ഡീനിനൊക്കെ ഇതിൽ ഭയങ്കരമായിട്ടുള്ള പങ്കുണ്ട്, അവരിത് മറച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എനിക്കിത് കംപ്ലീറ്റ്ലി വായിച്ച സമയത്തും ഈ സംഗതിയെക്കുറിച്ച് ഓർത്ത സമയത്തും എൻ്റെ മൈൻഡിലൂടെ പോകുന്നത്, സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ വ്യക്തിയിൽ ഇവർക്കൊരു ദേഷ്യം വരാൻ, ഒരു വൈരാഗ്യം വരാൻ ഏറ്റവും വലിയ റീസൺ ആയിട്ട് മേ ബി ഈ ഒരു പ്രശ്നമായിരിക്കും. കാരണം ഡീനിനെ അന്ന് സിദ്ധാർത്ഥൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓഫീസ് ഉപരോധവും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആരാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഇഷ്യൂവിൽപ്പെട്ട ഇതേപോലൊരു ഇഷ്യൂ വന്നപ്പോൾ അയാൾക്കെതിരെ സംസാരിച്ച് അയാളെ എന്താ പറയുക, ഒരു സസ്പെൻഷൻ മേടിച്ചു കൊടുത്തൊരു വ്യക്തി കൂടിയാണ് സിദ്ധാർത്ഥൻ. ഇനി അയാൾക്കും പാർട്ടിക്കും തമ്മിൽ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതൊക്കെ മീഡിയയും പോലീസും അന്വേഷിക്കേണ്ടതാണ്. എന്താണെങ്കിലും ഒരു റീസണും ഇല്ലാതെ ഇത്രയും ആളുകൾ ചേർന്നിട്ട് ഈ പയ്യനെ ഇത്രയും ക്രൂരമായി ഉപദ്രവിക്കുക, അതും അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഒരു എന്താ പറയാ കേസ് വന്നപ്പോൾ അതും കംപ്ലൈന്റ് കിട്ടുന്നതിന് മുമ്പ് ഈ പെൺകുട്ടി സ്വന്തം ക്ലാസ്സിലുള്ള ഒരു പയ്യനോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സിദ്ധാർത്ഥനെ മർദ്ദിക്കുക, അങ്ങനെ ഒരു റീസൺ അല്ല. അതൊരു റീസൺ അല്ലല്ലോ. മർദ്ദിച്ച് ഇല്ലാതാക്കുക, അതിനൊരു റീസൺ വേണ്ടേ? എനിക്ക് തോന്നുന്നത് മേ ബി ഈ ഫസ്റ്റ് ഇയറിൽ നടന്ന ഈ ഒരു ഇൻസിഡന്റ് പോലീസും മീഡിയാസും കൃത്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ മേ ബി ഇതിന്റെ പിന്നിൽ ഇനി വല്ല പാർട്ടി വൈരാഗ്യം അല്ലെങ്കിൽ ആളുകളുടെ വ്യക്തി വൈരാഗ്യം ഉണ്ടോ എന്നുള്ളത് ഒന്ന് കൃത്യമായി അന്വേഷിക്കുന്നത് നല്ലതാണ്.